നിർത്തിക്കൂടെ, വീട്ടിൽ ഇത്ര അധികം പൈസ ഉണ്ടോ ഞങ്ങൾക്ക് കൊണ്ടുതരാനായിട്ട്, അങ്ങനെ അവരെൻ്റെ അടുത്ത് ചോദിച്ചു. കരച്ചിൽ വന്നു, കരഞ്ഞു. പക്ഷെ എനിക്ക് വീട്ടുകാരുടെ അടുത്ത് പറയാനുള്ളൊരു ധൈര്യം ഇല്ലായിരുന്നു. അവരുടെ അടുത്ത് ഞാൻ അഡ്മിഷൻ കിട്ടിയില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞുള്ളൂ. ഞാൻ ഇപ്പം കഴിഞ്ഞ ദിവസം അമ്മയുടെ അടുത്ത് പറഞ്ഞു, അന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് അവർ പറഞ്ഞത്. എന്നെ അറിയുന്ന ഡോക്ടറായിരുന്നു. പിന്നെ അടുത്ത് ചോദിച്ചു ഇപ്പം എന്താ ചെയ്യുന്നത്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാം. ഇതെന്താ ഈ പരിപാടി ഇതുവരെ നിർത്താത്തേ, ഇതെന്തെങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നേ, അങ്ങനെ ചോദിച്ചത്. എന്നെ സ്നേഹിക്കുന്നവരോടും കൂടി എനിക്ക് നുണ പറയേണ്ട ഒരു അവസ്ഥ വന്നത്. മൊത്തത്തിൽ ഞാൻ MLTക്ക് പോകാന്നുള്ളൊരു കള്ളം പറഞ്ഞ് അവിടുന്ന് ഞാനൊരു നാട് വിടുന്ന പോലെ ശൈലത്തിലേക്ക് വന്നത്. നീറ്റ് എക്സാമിനേഷനൊക്കെ കഴിഞ്ഞ് വലിയ മാർക്കൊക്കെ വാങ്ങി ആളുകൾ വരുന്ന സമയത്ത് നമുക്കവരെ കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷം ഉണ്ടാവും. ചില ആളുകളെ കാണുമ്പോൾ ആ സന്തോഷം ഭയങ്കര സന്തോഷമായി മാറും. അങ്ങനെ എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ച ഒരാൾക്കൊപ്പമാണ് ഞാനിരിക്കുന്നത്. വിദ്യശ്രീയാണിത്. തൃശ്ശൂരിലാണ് ഞങ്ങളുള്ളത്. സൈലത്തിൻ്റെ തൃശ്ശൂർ ക്യാമ്പസിൽ ഇപ്രാവശ്യം പഠിച്ച് ഗംഭീര മാർക്കിലേക്കൊക്കെ ഞാൻ വരാം വാങ്ങിയാണ് വിദ്യശ്രീ ഇരിക്കുന്നത്. വിദ്യശ്രീയുടെ മാർക്കല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരാഗ്രഹം വിദ്യശ്രീ എത്ര ദൂരം നടത്തിച്ചു എന്നതിനെ കുറിച്ചാണ്. ഇതെപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും ലൈഫിലൊരു ഭയങ്കര പാഠമായി തീരണം. റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാം ഉള്ളിലൊരു വിദ്യശ്രീ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിദ്യശ്രീയുടെ സ്റ്റോറി പറയാൻ പോകുന്നത്. 4ാമത്തെ വട്ടം അല്ലേ? 4ാമത്തെ വട്ടം എൻട്രൻസ് എക്സാമിനേഷൻ എഴുതും. 3 വട്ടം എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിട്ടും 350ൻ്റെ റേഞ്ച് ഒരിക്കൽ പോലും കടന്നു പോവാത്തയാൾ. ലൈഫിൽ ആദ്യമായി നീറ്റ് എഴുതുന്ന സമയത്ത് എത്രയായിരുന്നു വിദ്യശ്രീയുടെ മാർക്ക്? 356. രണ്ടാമത് എഴുതുമ്പോൾ 326. 326. മൂന്നാമത് എഴുതുമ്പോൾ 380. അപ്പം നിങ്ങൾ നോക്കണമേ, 3 പ്രാവശ്യം ഒരാൾ എൻട്രൻസ് എഴുതുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. 350ൻ്റെ റേഞ്ച് കടക്കുന്നേയില്ല. അങ്ങനെ മോളെ പഠിപ്പിക്കാൻ പറ്റിയ വീടോ അന്തരീക്ഷമോ ഒന്നും അവളുടെ വീട്ടിലില്ല. അച്ഛനൊരു സ്റ്റേഷനറി കടയുണ്ട്. എവിടെയാണ്? തിരൂര്. എവിടെയാണ്? തിരൂരിലൊരു സ്റ്റേഷനറി കടയുണ്ട്. അമ്മയ്ക്കൊരു തയ്യൽ കടയുണ്ടോ? അമ്മയ്ക്ക് വീട്ടിലാണ്. വീട്ടിനകത്ത് നിന്ന് അമ്മ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. വിദ്യശ്രീ കൂടാതെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? 2 അനിയത്തിമാരുണ്ട്. അപ്പോൾ 3 പെൺകുട്ടികളുള്ളൊരു വീട്. അമ്മയ്ക്കൊരു തയ്യൽ വീട്ടിൽ നിന്ന് തന്നെ അമ്മ നടത്തുന്നു. അച്ഛനൊരു സ്റ്റേഷനറി കടയുണ്ട്. മൂത്തയാളാണ് അല്ലേ? നിങ്ങൾ ഇമാജിൻ ചെയ്യണമേ, നിങ്ങളിലെ മൂത്തയാളെ, നിങ്ങളുടെ നാട്ടിലെ മൂത്തയാളെ. ഇതെല്ലാം പെൺകുട്ടികൾക്ക് ഒരു ഭയങ്കര മെസ്സേജ് ആവണം. പെൺകുട്ടികളുടെ അച്ഛനമ്മമാർക്കും ഒക്കെ ഇതൊരു മെസ്സേജ് ആവണം. വിദ്യശ്രീയുടെ അച്ഛനും അമ്മയും ഗംഭീര അച്ഛനും അമ്മയുമാണ് ഞാൻ പരിചയപ്പെട്ടത്. കാരണം ഓരോ വട്ടം എൻട്രൻസ് എഴുതി വരുമ്പോഴും വിദ്യശ്രീയോട് മോളെ 350 അല്ലേ ഉള്ളൂ, ഇതെന്തെങ്കിലും മോൾ 600 കടത്തുവോ, അല്ലെങ്കിൽ ഈ 350ന് 650 ആക്കാൻ മോക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് നെഗറ്റീവായി ഒരിക്കൽ പോലും അവർ ചോദിച്ചിട്ടില്ല. പക്ഷെ ചുറ്റും നിന്ന് നെഗറ്റീവായി ചോദിച്ച് വിദ്യശ്രീയെ കരയിച്ച് ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ് എന്നുപോലും ആളുകളോട് പറയാതെ ഞാനൊരു കോഴ്സിന് ദൂരെ ഒരിടത്ത് പഠിക്കുകയാണ് എന്ന് കള്ളം പറഞ്ഞ് സൈലത്തിൽ വന്ന് റിപ്പീറ്റ് ചെയ്ത കുട്ടിയാണ് വിദ്യശ്രീ. ഈ വർഷം പോലും. എന്നിട്ട് നിങ്ങൾ ഓർക്കണം, ഈ 350നെ അവളങ്ങ് 650 കടത്തി 700ൻ്റെ റേഞ്ചിലേക്ക് കൊണ്ടുവരും. 650നും 700നും ഇടയിലുള്ള ഒരു മാർക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ 4ാമത്തെ വർഷം വിദ്യശ്രീ ആഗ്രഹം കൊണ്ട്, ജീവിതം കൊണ്ട് മറുപടി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ കുറച്ചും കൂടി സന്തോഷമൊക്കെ ആവാം നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ അല്ലേ? ഈ വർഷം റിപ്പീറ്റ് ചെയ്യാൻ പോലും മോൾ ആദ്യം വന്നത് അല്ലല്ലോ. നമുക്ക് അവിടുന്ന് തുടങ്ങാം. എവിടെ പോയി എന്ന് പറയണ്ട. എവിടെ പോയി എന്നതല്ല വിഷയം. പോയി മോള് ചെന്ന് കയറിയ സ്ഥലത്ത് നിന്ന് അവരെന്ത് വിദ്യശ്രീയോട് പറഞ്ഞു എന്നതിൽ നമുക്ക് തുടങ്ങാം. എന്ത് പറഞ്ഞു? ഇപ്രാവശ്യം ഞാൻ തീരുമാനം എടുത്തു, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്, കേരളത്തിലെ തന്നെ പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ, അങ്ങോട്ടേക്ക് ഞാൻ പോയി ചോദിച്ചു റിപ്പീറ്റ് ചെയ്യാനുള്ള അഡ്മിഷൻ എടുക്കാൻ. ഇപ്പം എത്രാമത്തെ ഇയറാ? ഞാൻ 4th അറ്റംപ്റ്റാ. ഇത് നിർത്തിക്കൂടെ, വീട്ടിൽ ഇത്ര അധികം പൈസ ഉണ്ടോ ഞങ്ങൾക്ക് കൊണ്ടുതരാനായിട്ട്, അങ്ങനെ അവരെൻ്റെ അടുത്ത് ചോദിച്ചു. കരഞ്ഞോ മോൾ? എന്നിട്ട് കരച്ചിൽ വന്നു, കരഞ്ഞു. പക്ഷെ എനിക്ക് വീട്ടുകാരുടെ അടുത്ത് പറയാനുള്ളൊരു ധൈര്യം ഇല്ലായിരുന്നു. അവരുടെ അടുത്ത് ഞാൻ അഡ്മിഷൻ കിട്ടിയില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞുള്ളൂ. ഞാൻ ഇപ്പം കഴിഞ്ഞ ദിവസം അമ്മയുടെ അടുത്ത് പറഞ്ഞു, അന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് അവർ പറഞ്ഞത്. മോക്ക് നിർത്തിക്കൂടെ എന്ന് ഏറ്റവും ഭാഷയായി ചോദിച്ച്
വല്ലാത്ത ആഗ്രഹവും കൊണ്ട് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളോടും കൂടെ ഇത് പറയുകയാണ്. സൈലം എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് ഞങ്ങളുടെ അടുത്ത് വന്നു കയറുന്ന കുട്ടി പാഷനേറ്റ് ആയ കുട്ടിയാണോ എന്ന്. അല്ലേ, മോളെ തന്നെ ക്യാമ്പസിൽ വന്ന് ഞാനിത് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ, അല്ലേ, തൃശ്ശൂർ വന്ന് ഞാനിത് പലവട്ടം തൃശ്ശൂർ വന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പഴയ മാർക്ക് അറിയണ്ട, നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റിലെ മാർക്ക് അറിയണ്ട. കാരണം നിങ്ങളുടെ പഴയ മാർക്കിനൊന്നും നിങ്ങൾ ഉത്തരവാദിയല്ല. നിങ്ങളെ പഠിപ്പിച്ച ക്ലാസ് റൂമിന്, നിങ്ങൾക്ക് കിട്ടാതെ പോയ മികച്ച ക്ലാസ്സുകൾക്ക്, നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാതെ പോയ നല്ല ടീച്ചേഴ്സിന്, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്കൊക്കെ അതിൽ ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ എനിക്കറിയേണ്ടത്, സൈലത്തിന് അറിയേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ പാഷൻ ഉണ്ടോ എന്നത് മാത്രമാണ്. പാഷനേറ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സൈലം പഠിപ്പിക്കും എന്നെപ്പോഴും ഞങ്ങൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വിദ്യശ്രീയെ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റിയത്. ആരെങ്കിലും ഈ ചോദ്യവുമായി മോളെ ഇവിടെ കണ്ടിട്ടുണ്ടോ തൃശ്ശൂരില്ല? ഇവിടുത്തെ ഒരു ഫാക്കൾട്ടി പോലും ഇന്ന് വരെ എനിക്കൊരു നെഗറ്റീവ് അപ്രോച്ച് ഒന്നുമില്ല. അതിനൊരു 2 കൈയും നീട്ടി എന്നെ സ്വീകരിച്ച് എന്തൊക്കെ എനിക്ക് വേണം അത് മുഴുവൻ അവർ തന്നിട്ടുള്ളൂ. ലാസ്റ്റ് ആയപ്പോഴത്തേന് ഫിസിക്സിൽ നെഗറ്റീവ് കൂടി വന്നപ്പോൾ അവരത് ഡിസ്കസ് ചെയ്ത് എനിക്ക് വേണ്ടി 2 ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത് തന്നു. ഇതൊക്കെ നീ ഒന്ന് ചെയ്ത് നോക്ക്. അങ്ങനെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് അവരെന്നെ കൊണ്ട് നടന്നിട്ടുള്ളൂ. നോക്കണം, നിങ്ങൾ 350ന്റെ റേഞ്ചിൽ 3 വട്ടം വന്ന് 4ാമത് എൻട്രൻസ് എഴുതാൻ പോകുന്ന ഒരു കുട്ടിയെ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്വീകരിച്ച വിധമാണ് ഞാൻ പറഞ്ഞത്. സൈലം അവളെ കൂടെ നിർത്തി പഠിപ്പിച്ചു. അവൾക്ക് ഫിസിക്സിന് നെഗറ്റീവ് വന്നപ്പോഴും അവൾക്ക് ഒരു പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ട് മോളിത് ചെയ്ത് നെഗറ്റീവ് വരാതെ പരീക്ഷ എഴുതണം എന്ന് പറഞ്ഞ് ഇറക്കി വിട്ട ടീച്ചേഴ്സ് ഉണ്ട്. ഞാനിത് തൃശ്ശൂരിലിരുന്ന് സംസാരിക്കുമ്പോൾ തൃശ്ശൂർ സൈലത്തിലെ തന്നെ എല്ലാ ടീച്ചേഴ്സിനും ഓർത്ത് എനിക്ക് വലിയ അഭിമാനമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് സൈലം മാത്രമല്ല, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളത്തിലുണ്ട്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളത്തിൽ ഉണ്ടാവേണ്ടതുമുണ്ട്. കാരണം എല്ലാവരെയും പഠിപ്പിക്കാനുള്ള ക്ലാസ് മുറിയോ സൗകര്യങ്ങളോ സൈലത്തിനില്ല. അതുകൊണ്ട് ഇവിടെ മാത്രമല്ല കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടത്. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ വന്നു കയറുന്ന കുട്ടി ഒരു വലിയ കുട്ടിയാണ്. ആ കുട്ടി ഒരിക്കലും കരയിച്ച് നിങ്ങൾ തിരിച്ചയക്കരുത് എന്നതിന് വിദ്യശ്രീ ഒരു വലിയ മെസ്സേജാണ്. കാരണം നിനക്കിത് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചവരുടെ മുമ്പിലാണ് അവൾ ഒരു വലിയ മാർക്കുമായി റാങ്ക് വാങ്ങി വന്ന് നിൽക്കുന്നത്. ആ ശേഷിയുള്ള കുഞ്ഞുങ്ങളെയാണ് നിങ്ങൾ പലപ്പോഴും അഡ്മിഷൻ കൊടുക്കാതെയും പൊക്കോ എന്ന് പറഞ്ഞും കാണാൻ കൂട്ടാക്കാതെയും ഒക്കെ ഇറക്കി വിട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിദ്യശ്രീ അവിടെ അവസാനിച്ചില്ല. പക്ഷെ അങ്ങനെ അവസാനിച്ചു പോയ കുട്ടികളുണ്ടാവും. ആ ചോദ്യം കേട്ട് തളർന്നു പോയ, ആ ചോദ്യം കേട്ട് ഇനി എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന ബോധ്യത്തിലേക്ക് അബദ്ധവശാൽ എത്തിച്ചേർന്ന കുട്ടികളുണ്ടാവും. അവരെ ഓർത്താണ് വിദ്യശ്രീക്കൊപ്പം ഇരിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ സങ്കടമുള്ളത്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല മോളോട് ഇത് ചോദിച്ചതല്ലേ, ഡോക്ടേഴ്സ് വരെ മോളോട് ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഞാനിവിടെ വന്ന് അധികമൊന്നും വീട്ടിലേക്ക് പോയില്ല, മിക്കതും ഹോസ്റ്റലിൽ തന്നെയായിരുന്നു. പക്ഷെ ക്രിസ്മസ് വെക്കേഷൻ സമയമാകുമ്പോഴത്തേനും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയി, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയി. അപ്പോൾ എന്നെ അറിയുന്ന ഡോക്ടറായിരുന്നു. പിന്നെ അടുത്ത് ചോദിച്ചു ഇപ്പം എന്താ ചെയ്യുന്നത്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാം. ഇതെന്താ ഈ പരിപാടി ഇതുവരെ നിർത്താത്തെ, ഇതെന്തെങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നേ, അങ്ങനെ ചോദിച്ചേ. എന്തിനാണ് നമ്മൾ ആളുകളുടെ ജീവിതത്തിലേക്ക് ഇത്ര നെഗറ്റീവുകളുമായി ഇടപെടുന്നത് എന്ന് വിദ്യശ്രീ ഇത് പറയുമ്പോൾ വിദ്യശ്രീയെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ ഇത് കേൾക്കണം എന്നുകൂടെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മുഴുവൻ സമയം ഹോസ്റ്റലിൽ നിന്നൊരു കുട്ടി പഠിക്കുകയാണ്. ഇടയിലൊരു ഹെൽത്ത് ഇഷ്യൂവിന് വീട്ടിലേക്കൊന്ന് പോയപ്പോൾ അവളെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ റിപ്പീറ്റ് ചെയ്യുകയാണ് എന്നറിഞ്ഞപ്പോൾ അവളോട് ചോദിക്കുകയാണ്, നിനക്ക് നിർത്തിക്കൂടെ, എന്തിനാണ് 4ാമത്തെ വട്ടവും പോയി റിപ്പീറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്തിനാണ് ഒരു കുട്ടിയെ അടിമുടി മനസ്സിലാക്കാതെ, അവരുടെ പെർഫോമൻസിനെ മനസ്സിലാക്കാതെ, ക്യാപ്പബിലിറ്റിയെ മനസ്സിലാക്കാതെ, അവളെ മനസ്സിലാക്കുകയേ ചെയ്യാതെ നാം എങ്ങനെയാണ് അവളുടെ ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ കയറി ഇടപെടുന്നത് എന്ന ചോദ്യം നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വിദ്യശ്രീ വെക്കുന്നുണ്ട്. നാട്ടിലും ചുറ്റുവട്ടത്തും ഒക്കെയുള്ള ആളുകൾ ഇതുപോലെ തന്നെയാണ് മോളെ ട്രീറ്റ് ചെയ്തത് എൻ്റെ അറിവിൽ, അല്ലേ? എന്റെ കൂട്ടത്തിൽ ചിലപ്പോ എന്നെ സ്നേഹിക്കുന്നവരോടും കൂടി എനിക്ക് നുണ പറയേണ്ട ഒരു അവസ്ഥ വന്നത്. മൊത്തത്തിൽ ഞാൻ MLTക്ക് പോവാന്നുള്ളൊരു കള്ളം പറഞ്ഞ് അവിടുന്ന് ഞാനൊരു നാട് വിടുന്ന പോലെ സൈലത്തിലേക്ക് വന്നത്. ഒരാൾ പഠിക്കാൻ പോകുന്നതിന്റെ സങ്കടം നിങ്ങൾ ആലോചിക്കുക. അയാളുടെ മാത്രം അവകാശമാണത്. അയാളുടെ വീട്ടുകാർക്കൊരു പ്രയാസവും ഇല്ല. എപ്പോഴെങ്കിലും അമ്മയ്ക്കും അച്ഛനും പ്രയാസമുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു വർഷം അവര് വല്ലാണ്ട് പ്രയാസപ്പെട്ടു. ആൾക്കാരടുത്തുള്ള കള്ളം പറയേണ്ടി വന്നിട്ടല്ലേ? അമ്മയ്ക്കും അച്ഛനും മോളെ പഠിപ്പിക്കുന്നതിന് ഒരു പ്രയാസവും ഇല്ല. അവരുടെ മകളാണ്, അവർക്ക് പഠിപ്പിക്കുന്നതിന് ഒരു പ്രയാസവും ഇല്ല. നമ്മൾ അനാവശ്യമായ ഇങ്ങനെയാണ് പെൺകുട്ടികളുടെ ജീവിതത്തിൽ നാം പലപ്പോഴും ഇടപെട്ടിട്ടുള്ളത്. ഓരോ പ്രായത്തിലും കല്യാണം കഴിക്കാറായില്ലേ, അതായില്ലേ, ഇതായില്ലേ, ജോലി കിട്ടാനായില്ലേ,
ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് പെൺകുട്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് അനാവശ്യമായി നാം ചെന്ന് കയറാറുണ്ട് പലപ്പോഴും പെൺകുട്ടികളുടെ ജീവിതത്തിനകത്ത്. അത് അവരുടെ അച്ഛനമ്മമാർക്കുണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെയാണ് വിദ്യശ്രീയുടെ ജീവിതത്തിലും പല ആളുകളും ഇടപെട്ടത്. ഒടുവിൽ അവരോടെല്ലാം ഞാൻ പഠിക്കാൻ പോവുകയാണ്, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിക്ക് MLTക്ക് പഠിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോവാണ് വീട്ടിൽ നിന്ന്. ഒരു നാട് വിട്ട പോലെ വീട്ടിൽ നിന്ന് പോവാണ്. പിന്നെ കാണുന്നവരോടൊക്കെ അവളുടെ അച്ഛനും അമ്മയ്ക്കും പറയേണ്ടി വന്നത് അവൾ MLTക്ക് പഠിക്കുകയാണെന്നാണ്. MLTക്ക് പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് അവസാനിക്കില്ല അല്ലെ ചോദ്യങ്ങൾ. എവിടെ പഠിക്കുന്നു, ഏത് കോളേജിലാ, എങ്ങനെയാ, ചോദ്യത്തിന്റെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു പോവാ. അവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ചോദ്യത്തിന് മുന്നിൽ നിൽക്കാനായിട്ട്. പക്ഷെ ഇപ്പൊ അവർക്കൊക്കെ അഭിമാനത്തോടുകൂടെ മറുപടി പറയാൻ പറ്റില്ലേ അല്ലേ? അപ്പോ ഇങ്ങനെ ചോദിച്ച് നാട് വിടും പോലെ വന്ന ഒരു കുട്ടി പഠിക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു ടെൻഷൻ എത്രത്തോളം. ഓൾറെഡി എൻട്രൻസ് പ്രിപ്പറേഷനിൽ ഒരു ടെൻഷൻ ഉണ്ട്. 4ാമത് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ തീരുമാനിക്കുന്ന ഒരാളുടെ ടെൻഷനുണ്ട്. വിദ്യശ്രീക്ക് നിങ്ങൾ കൊടുത്തത് ആ ടെൻഷൻ മാത്രമല്ല. വിദ്യശ്രീയെ നിങ്ങൾ അവളെ കൊണ്ട് വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ കെട്ടിപ്പെറുക്കി നാട് പിടിക്കുന്ന ടെൻഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അവൾ മറ്റൊരു കോഴ്സിനാണെന്ന് കള്ളം പറയേണ്ടുന്ന ടെൻഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. തിരിച്ച് വീട്ടിലേക്ക് ചെന്ന് കയറുന്ന ദിവസത്തെക്കുറിച്ചുള്ള വല്ലാത്തൊരാശങ്ക മറ്റൊരു കൊല്ലവും ഇല്ലാത്ത വിധം ഈ വർഷം നിങ്ങൾ വിദ്യശ്രീക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ വർഷമായിരുന്നില്ലേ ലൈഫിൽ ഏറ്റവും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവുക? ഇത് കഴിഞ്ഞ മീറ്റിനൊക്കെ കുറച്ച് ദിവസം മുന്നേ എനിക്കുണ്ടായിരുന്ന തോട്ട്, ഇനിയിപ്പോ ഞാൻ പോയിട്ട് എന്ത് പറയും, ഇതിൻ്റെ അടുത്ത് ഈ ചോദ്യം വരുമല്ലോ, ഇപ്പൊ എന്താ ക്ലാസ് ഇല്ലേ, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ, അങ്ങനെ നല്ല സ്ട്രെസ്സായിട്ടാണ് ഞാൻ വന്നത്. വന്ന അന്ന് തന്നെ ചോദ്യങ്ങൾ വരും തുടങ്ങി. എഴുതിയോ, അതൊരു സൈഡിൽ ആ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ എന്താ ക്ലാസ് കഴിഞ്ഞോ, ഇപ്പൊ എന്താ ലീവാണോ, ചോദ്യങ്ങൾക്ക് ഒരു അവസാനം തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ വിദ്യശ്രീ അവിടെ നിന്നെല്ലാം ഗംഭീരമായി പഠിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുന്ന എല്ലാവരുടെയും ഉള്ളിൽ ഒരു വിദ്യശ്രീ ഉണ്ടാവണം എന്ന്. അങ്ങനെയുള്ള കുട്ടികളാണ് നിങ്ങളെ ബഹുദൂരം നടത്തേണ്ടത്. നിങ്ങളുടെ ഇതുവരെയുള്ള അക്കാഡമിക് കലണ്ടർ റിച്ച് ഒന്നും ആയിരിക്കില്ല. പക്ഷെ നിങ്ങൾ എന്താവണം എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ, +2 കഴിഞ്ഞൊരു ഡോക്ടേഴ്സ് ഡേക്ക് പെട്ടെന്ന് ഉള്ളിൽ കയറിയ മോഹമാണ് ഇത് എന്ന് വിദ്യശ്രീ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അന്ന് മുതൽ മോൾ ഉറപ്പിച്ചിട്ടില്ലേ ഞാൻ ഡോക്ടറാവുമെന്ന്? സാറ് പറഞ്ഞ മാതിരി ഒരു സ്വപ്നം ഉള്ളിലുണ്ട്. അതിന് പിന്നാലെ വല്ലാണ്ടൊരു ആവേശമായിട്ട് ഓടുക. പിന്നെ നമ്മളെ ശ്രീകുമാർ സാറ് പറഞ്ഞ മാതിരി ഓടാൻ പറ്റിയില്ലെങ്കിൽ എഴുന്നിട്ടെങ്കിലും അങ്ങോട്ട് എത്താം. അറ്റ് ലാസ്റ്റ് എനിക്കെങ്കിലും ഒരു കുറ്റബോധം ഇല്ലാതിരിക്കണ്ടേ, ഞാൻ ചെയ്യാനുള്ള ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഇഷ്ടമുള്ള പ്രൊഫഷനെ ഞാൻ എടുക്കുന്നേ. ആ ഒരു ഇതിലാണ് ഞാൻ അങ്ങ് പോയേ. ആ പോക്ക് പക്ഷേ കിഴഞ്ഞൊന്നും ആയില്ലല്ലോ, അത് ഓട്ടം തന്നെ ആയില്ലേ? നല്ല ഓട്ടം ആയില്ലേ? വിളിച്ചോ മെന്റേഴ്സിനെയും എല്ലാരെയും? ഞാൻ എക്സാം കഴിഞ്ഞ് വന്ന പാടെ ദിനേശ് സാറ് വിളിച്ചു, പിന്നെ കുറച്ച് ടീച്ചേഴ്സിനെ വിളിച്ചു, മെന്റേഴ്സിനെ വിളിച്ചു. ദിനേശ് സാറാണ് തൃശ്ശൂർ സൈലത്തിലെ അക്കാഡമിക് കോർഡിനേറ്റർ. ദിനേശ് സാറാണ് വിദ്യശ്രീയുടെ കഥ ആദ്യമായിട്ട് എന്നോട് പറയുന്നത്. നിങ്ങളുടെ മറ്റു ടീച്ചേഴ്സിനെയും മെന്റേഴ്സിനെയും എല്ലാവരും സന്തോഷമായോ? അവരൊക്കെ വീട്ടിലൊരു അംഗം പോലെ അവരെന്നെ ട്രീറ്റ് ചെയ്തുള്ളത്. ഒരിക്കലും എനിക്കൊരു ബാക്കിലേക്ക് സ്റ്റെപ്പ് വെക്കാനുള്ള ഒരു അവസരം തന്നില്ല. അത്രയും സ്നേഹിച്ച്, ഇത്ര അക്കാദമിക്സിൽ എനിക്ക് കിട്ടാത്തൊരു സ്നേഹം ഈ ഒരു വർഷം കൊണ്ട് സൈലത്തിലെ ഫാക്കൽറ്റീസ് എനിക്കുണ്ട്. ഞാൻ ഇന്നലെ ദിനേശ് സാറോട്ട് പറയുകയും ചെയ്തു, ലൈഫിൽ ഒരിക്കലും നിങ്ങളെ മറക്കില്ല. എത്ര നിങ്ങളുടെ അടുത്ത് നന്ദി പറഞ്ഞാലും അത് തീരുമില്ല. അത്രയും നിങ്ങൾ എനിക്ക് ഇമ്പാക്ട് തന്നിട്ടുണ്ട്. ഭയങ്കര ഇമോഷനോട് കൂടിയാണ് ഞാനിത് കേട്ട് നിൽക്കുന്നത്. കാരണം സൈലം എന്താണ് ഭാവിയിൽ അവശേഷിപ്പിക്കുക എന്ന ചോദ്യത്തിന് എൻ്റെ ഉത്തരം ഇതാണ്. ഒന്നുമായി തീരില്ല എന്ന് എല്ലാവരും വിധി എഴുതിയ, ഒന്നുമായി തീരണ്ട എന്ന രീതിയിൽ എല്ലാവരും ട്രീറ്റ് ചെയ്ത ഒരുപാട് പേരെ ഞങ്ങൾ ഒരുപാട് ദൂരം നടത്തിയിട്ടുണ്ട് എന്നതിൻ്റെ പേരിലാവും സൈലം എക്കാലവും ഓർമ്മിക്കപ്പെടുക. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കണ്ട കേരളമാണ്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കണ്ട ഇന്ത്യയാണ്. നീറ്റ് എക്സാമിനേഷൻ ഒരുപാടിടങ്ങളിൽ നിന്ന് കുട്ടികൾ എഴുതിയിട്ടുണ്ട്. സകല പ്രിവിലേജുകളും കൊണ്ട് കയറി വരുന്ന കുട്ടികളെ അല്ലേ, 1 മാർക്കോ 2 മാർക്കോ ഒക്കെ ബോർഡ് എക്സാമിന് കുറഞ്ഞു പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു 100 വണ്ണത്തിലൊക്കെ എൻട്രൻസ് കിട്ടാതെ പോയിട്ട് കയറി വരുന്ന ആളുകൾ ക്യൂ നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ത്യയിലുണ്ട്. സൈലം ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. അവരെ എൻട്രൻസിലേക്ക് നടത്താൻ എളുപ്പമാണ്. കാരണം അവരുടെ നിൽപ്പ് ഈ കപ്പിനും ചുണ്ടിനും ഇടയിലാണ് എന്ന് പറയുന്ന നിൽപ്പാണ്. പക്ഷെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കപ്പൊന്നും കണ്ടിട്ടില്ല, അതിനോട് ചുണ്ടൊന്നും അടുപ്പിക്കാവുന്ന ദൂരത്തിലായിരുന്നില്ല, ഒരുപാട് ദൂരെയായിരുന്നു. അവരോട് ഒരു ഓട്ടമുണ്ട് ജീവിതവും കൊണ്ട്. ആ ഓട്ടത്തിനൊപ്പം നിന്നു
സൈലം എന്നതിൻ്റെ പേരിലാവും, അവരെ കൈപിടിച്ച് ദീർഘദൂരം ഓടിച്ചു എന്നതിൻ്റെ പേരിലാവും സൈലം എക്കാലവും ഓർമ്മിക്കപ്പെടുക. അതുകൊണ്ട് ഭാവിയിലും സൈലം എന്ത് ചെയ്യും എന്നതിന് വിദ്യശ്രീയെ തന്നെ നിലനിർത്തി ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്. ഭാവിയിലും ഞങ്ങൾ ഒരു പ്രിവിലേജും ഇല്ലാത്ത കേരളത്തിൽ അവഗണിക്കപ്പെട്ട കുട്ടികൾക്കൊപ്പമായിരിക്കും, സകലരും തള്ളിപ്പറയുന്ന കുട്ടികൾക്കൊപ്പമായിരിക്കും. അവരുടെ പ്ലാറ്റ്ഫോമായി, അവരെ സ്വപ്നം കാണിച്ച പ്ലാറ്റ്ഫോമായി, അവരെ വിജയിപ്പിച്ച പ്ലാറ്റ്ഫോമായി, അവർക്ക് റാങ്ക് വാങ്ങിക്കൊടുത്ത പ്ലാറ്റ്ഫോമായി മാത്രം ഞങ്ങൾക്ക് നിലനിന്നാൽ മതി. അക്കാലം അത്രയും വിദ്യശ്രീ അക്കൂട്ടത്തിൽ ഒരാളായി, അവരുടെ മുമ്പേ നടന്ന ഒരാളായി ഞങ്ങൾക്കൊപ്പം ഉണ്ടാവും. താങ്ക് യു.